ഞാൻ വചനം അയച്ച് സൗഖ്യമാക്കുന്ന യഹോവ എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ രോഗശാന്തി നടക്കും, തടസ്സങ്ങൾ മാറിക്കിട്ടും, പ്രതിസന്ധികൾ മാറിക്കിട്ടും. ദൈവവചനത്തിനോളം മറ്റൊന്നിനും ബലമില്ല. ദൈവത്തിന് എത്രത്തോളം ശക്തിയുണ്ടോ അത്രത്തോളം ശക്തി ദൈവത്തിന്റെ വചനത്തിനുമുണ്ട്. രാജാതി രാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന നസ്രത്തുകാരനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് ആര് പ്രസംഗിക്കുന്നുവോ ആ പ്രസംഗിക്കുന്ന സ്ഥലത്തില് ദൈവം ഇറങ്ങി വന്ന് അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം തന്നെ ആയിരിക്കപ്പെടുന്നു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് കർത്താവ് പഠിപ്പിച്ചത് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സുവിശേഷം പ്രസംഗിപ്പിനെന്ന് പറഞ്ഞതിന് ശേഷമാണ്. ഈ സത്യത്തെ അറിയാത്തവരിലേക്ക് ഈ സത്യത്തെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും കടമയാണ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് പൗലോസ് ബിസിനസ്സിനെ വിട്ടത്. ഇത് മനസ്സിലാക്കിയിട്ടാണ് പൗലോസ് രാഷ്ട്രീയത്തെ വിട്ടത്. ഇത് മനസ്സിലാക്കിയിട്ടാണ് പൗലോസ് ഈ ലോകത്തിന്റെ സുഖലോലുഭമായ സകല കാര്യാദികളും പൂർണ്ണമായി വിട്ടിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിപ്പെട്ടത്. ഈ സത്യം ഭൂലോകത്തിലൊക്കെയും പോയി പ്രസംഗിക്കണം. ഈ സത്യം മറ്റുള്ളവരിലേക്ക് കൊടുക്കണം. യേശു ക്രിസ്തുവിനെ രക്ഷിക്കുവാൻ കഴിയും, യേശു കർത്താവിനെ സഹായിക്കാനായിട്ട് കഴിയും, യേശുവിനെ വിടുവിക്കുവാനായിട്ട് കഴിയുമെന്ന് എല്ലാവരിലേക്കും എത്തിക്കുവാൻ സ്വജീവിതം തന്നെ പൂർണ്ണമായിട്ട് അടിയറവ് വെച്ച് പറഞ്ഞുവെങ്കിൽ ഇന്ന് പകൽ സമയം ദൈവം ആമേൻ നമ്മിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നു. സുവിശേഷം അറിയിച്ചിരുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഒരു മനുഷ്യന്റെ മേലൊരു ഉത്തരവാദിത്തമുണ്ട്, യേശു കർത്താവിന് മറ്റൊരാൾക്ക് കൊടുക്കുക എന്നുള്ളത്. തകർന്നിരിക്കുന്ന, നിരാശപ്പെട്ടിരിക്കുന്ന, പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. അവൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ സ്വർഗം നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രതിഫലം നൽകും. ആരെവിടെ പ്രസംഗിക്കുന്നോ അവരുടെ കൂടെ യേശു നിൽക്കും. ആത്മാവിൽ നിങ്ങൾ ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മുടെ കൂട്ടത്തിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയപ്പെടാം. ഈ ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യന്റെ പ്രൊട്ടക്ഷൻ ഇല്ല എങ്കിലും സ്വർഗത്തിൽ ദൈവം അവരെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും സുവിശേഷത്തിൽ ഭാഗവാക്കുകളാണെങ്കിൽ, സുവിശേഷത്തിൽ നിങ്ങൾ ഭാഗവാക്കുകളാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് വലിയൊരു സംരക്ഷണം ഉണ്ടെന്നുള്ളത് മറന്നു പോകരുത്. മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത വിധത്തിലുള്ള ദൂത സൈന്യം ദൈവദാസന് വേണ്ടിയിട്ട് അത് ആ ദേശത്തിലുണ്ടെന്ന് യേശു കർത്താവ് തന്റെ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് ആമേൻ ലോകം മുഴുവനും അറിയപ്പെടുന്ന മഹാദൗത്യം എന്ന് പറഞ്ഞ് തന്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ച ഒരു ഭാഗമാണ്. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല വ്യക്തികളോട് സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവരോ ശിക്ഷാവിധിയിൽ അകപ്പെടും. ആരെങ്കിലും ഒരുപക്ഷെ ഇന്ന് സുവിശേഷ ഘോഷണത്തിനകത്ത് ഭാഗവാക്കുകളായിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഗ്യകരമായ പദവിയായി തന്നെ നിങ്ങൾ കണക്കാക്കണം. അയക്കാൻ ദൈവം ചിലരെ ആക്കി വെച്ചിട്ടുണ്ട്, പ്രസംഗിക്കാൻ ദൈവം ചിലരേക്ക് വെച്ചിട്ടുണ്ട്. കേട്ടുന്നവർ ഉള്ള കാലം കേട്ടോണ്ടിരിക്കുകയല്ല, കേട്ട് 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 ഇരിക്കുകയല്ല, കേൾക്കുന്നവൻ പിന്നെ കേൾപ്പിക്കാൻ തുടങ്ങണം.